ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മകളെ, കീം 2026 പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റുകളാണ്. തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങളും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്കും ഉത്തരങ്ങളായിട്ട് വന്നേക്കാം. തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മുടെ കീം 2026 എക്സ്ക്ലൂസീവ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ വിരൽ തുമ്പിൽ അറിയുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഇപ്പോൾ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും എക്സാം സെന്റർ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് വന്നതിന് പിന്നാലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ആർക്കൊക്കെയാണ്, ജസ്റ്റ് മനസ്സിലാക്കുക. ഗൾഫ് മേഖലയിലെ ഇത്തവണത്തെ ആ ഒരു പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ എക്സാം സെന്റർ റീഅറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് CE ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അത് ആ ഒരു മേഖലയിൽ, അതായത് നമ്മുടെ NRIകളായിട്ടുള്ള ഫോറിൻ ആയിട്ടുള്ള ഗൾഫ് മേഖലയിൽ കീം പരീക്ഷാ സെന്റർ വഴി അത് ആ രീതിയിൽ പരീക്ഷ എഴുതുന്നവരൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലുള്ളവർ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് വറി ചെയ്യേണ്ടത് ഈ കാര്യമില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ പ്രത്യേക സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ ഒരു പക്ഷേ ചെക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലെ, അതിൽ ചിലരിലൊക്കെ ഡിഫക്റ്റ് വന്നിട്ടുണ്ടാകും. ഇൻ കേസ് മൊബൈലിൽ നോക്കുമ്പോൾ അത് കാണാൻ പറ്റിയില്ല എങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഇട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് വെരിഫൈഡ് എന്നും അതുപോലെ ഫോട്ടോയുടെയും സിഗ്നേച്ചറിന്റെയും ഫോട്ടോ ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ ഉണ്ട് എങ്കിൽ കുഴപ്പമില്ല, പേടിക്കേണ്ട. ഇൻ കേസ് എന്തെങ്കിലും ഡിഫക്റ്റ് ഫൗണ്ടഡ് എന്ന് കാണിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ഒഫീഷ്യൽ മെയിൽ ID, അതായത് കീമിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയാൽ അറിയാം, ഹെൽപ്പിംഗ് മെയിൽ ID ഉണ്ടാവും, അതിലേക്ക് സപ്പോർട്ട് മെയിൽ ID ഉണ്ടാകും. അതിലേക്ക് ജസ്റ്റ് സബ്ജക്ട് പ്രൊഫൈൽ കറക്ഷൻ എന്ന് പറഞ്ഞ് മെയിൽ അയക്കുക. ഓക്കെ, ദെൻ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ഒരു ഫർദർ ഗൈഡൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയുള്ളവർക്ക്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ് നിലവിൽ April 8 എന്ന് പറയുന്ന ഒരു ടെന്റേറ്റീവ് ഡേറ്റിലേക്ക് മാറിയിട്ടുണ്ട്, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നതനുസരിച്ച്. അതുകൊണ്ട് നിങ്ങൾ April 8 വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരുപാട് പേര് കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കേണ്ടായി. അപ്പോൾ മനസ്സിലാക്കുക, അതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് ഫാർമസിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാം. അല്ലാത്ത മെഡിക്കൽ റിലേറ്റഡിന് മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കറന്റ് അവർക്കുള്ള പോർട്ടൽ ഓപ്പൺ അല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും. ഇനി എക്സാം സെന്ററിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അഡ്മിറ്റ് കാർഡിലാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക, അഡ്മിറ്റ് കാർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കണം. ഒറിജിനൽ കോപ്പി എടുത്ത് വെച്ചേക്കുക ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ. അതുപോലെ തന്നെ ഫോട്ടോ ID ഉണ്ടാകും. അത് എന്താണ്, നിങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ച ID. അത് പാസ്പോർട്ട് ആകാം, ഇപ്പൊ നിങ്ങൾ 18 വയസ്സാകുന്നതുകൊണ്ട് ലൈസൻസ് പറ്റില്ല, ആധാർ കാർഡ് ആകാം. ആ രീതിയിലുള്ള ഫോട്ടോ ID കാർഡുകൾ കയ്യിൽ വയ്ക്കുക എന്നതാണ്. പിന്നെ നമ്മുടെ സാധാരണ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണല്ലോ, ആ ഗൈഡ് ലൈൻസ് എല്ലാം പാലിക്കുക. അപ്പോൾ ബേസിക് ആയിട്ട് ഈ ഡോക്യുമെന്റ്സ് മതിയാകും. എക്സ്ട്രാ വേണമെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഗൈഡ് ലൈൻസിന് പ്രത്യേകം ഒരു ഷീറ്റ് ഉണ്ടാകും, അത് നോക്കിയാലും മതി. ഓക്കെ, സോ ഗൈസ്, എന്തെങ്കിലും വേറെ സംശയങ്ങൾ ഈ ഒരു അവസരത്തിൽ ഉണ്ട് എങ്കിൽ കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഡിസ്കഷൻസുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. തൽക്കാലം നിർന്നു.